ഹായ് ഡിയർ പാരൻസ്, ഇന്നത്തെ ലൈവും നിങ്ങളെ ഞാൻ വെൽക്കം ആക്കിയിട്ടുള്ളേ. ഇന്നലെ ഞങ്ങ കുറേ വിഷയങ്ങൾ അത് മക്കളെ ബഗ്ഗയില് ഞങ്ങൾ പഠിച്ച മക്കളെ അക്കാഡമിക്കിൽ, അതായത് പഠിപ്പറ ബഗ്ഗയില് ഞങ്ങൾ ചമ്മ പഠിച്ചല്ലേ. എല്ലാരും കേട്ടോണ്ടുള്ളാരല്ലേ? വാവ് 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 വാവ്, റൈറ്റ്, ഗുഡ്. അതിൽ ഞങ്ങ 4 ടൈപ്പറ മക്കാണ്ട് അതിരെല്ലാം ഞങ്ങൾ പഠിച്ച. അത് അങ്ങനെ ആവുള്ള റീസൺ, അതായത് മക്കളുടെ പ്രശ്നം, മക്കളെ ഉൽഗത്തിലുള്ള സമസ്യ ഞങ്ങൾ പഠിച്ച. അപ്പൊ ഉൽഗത്തിലൂടെ ചെന്നിട്ടുള്ളത് ഇണ്ട് പഠിച്ചിട്ട് അതങ്ങനെ ആവുള്ള റീസൺ എന്തിട്ടും ഞങ്ങൾ ഇണ്ട് പഠിക്കാം. നിങ്ങൾ റെഡിയല്ലേ? റൈറ്റ്, വെരി ഗുഡ്. അപ്പൊ ഇതില് മക്കളെ ബ്രെയിൻ, കാരണം എന്താണ് ഇന്നലത്തെ ലൈവിൽ ചെന്നിട്ട് ഈ മക്ക ബാക്കിയുള്ള വിഷയത്തിലെല്ലാം ഭയങ്കര ആക്റ്റീവ് ഉണ്ട്. ബട്ട് പഠിപ്പില് മാത്രം ഇങ്ങനെ അതും ചെന്നെങ്കിൽ കിടാവു പൊട്ടല്ല മണ്ടല്ല ബുദ്ധിയില്ല തലല്ല, ബുദ്ധി കുറഞ്ഞാലല്ലാണ്ട് ബുദ്ധി ഞങ്ങളെ കാണിട്ട് ഒരു 10 കിലോമീറ്റർ യാറ. കാരണം ഇങ്ങനെ ബ്രെയിൻ്റെ എല്ലാ ഏരിയാസും നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് വർക്ക് നടക്കരുത്. ബട്ട് ഇങ്ങനെ അക്കാഡമിക്കലി ഏരിയാസിലേറ്റിക്ക് സംതിങ് അങ്ങനെ ഏജ് കൊത്തിട്ടു വർക്ക് നടക്കില്ല. അപ്പൊ ഈ അക്കാഡമിക്കലി ഏരിയ ഏത്? അതായിട്ടിക്കറ് ഏത്? ഇങ്ങനെ ഫ്രണ്ടൽ ലോബ് ഈ ഭാഗത്തിലിക്കറ ഒരു ഇതായിട്ടിക്കറ ബ്രോക്കാസിൻ ചൊല്ലെ ആ ഒരു ഭാഗം. അത് അങ്ങനെ ഈ ഒരു ബ്രോക്കാസിലുള്ള ഫങ്ഷൻ ചെന്നെങ്കിൽ ಅಕ್ಷರ ಗೊಂತಾವ್ರೆ, ಅಕ್ಷರ ಕೂಟಿಟ್ಟು ಅವರ ಜೋಡನ ಅವರ ಜಾಗೆ ಈ ಜೋಡನಾയിട്ട് പർത്തുക പണ്ട് ഒരു പ്രോസസ് ആയിട്ടിക്കറ് ആ ഒരു മിഷനറീസ് ഉള്ള ജാഗയായിട്ടിക്കത് ബ്രോക്കാസ്. ಅದರ ഫങ്ഷൻ അത് ഇങ്ങളത് ഏജ് ಗೊತ್ತಿಟ್ಟು വേണ്ടതുപോലെ വർക്കൗട്ട് ആവാണ്ടാകുമ്പത്തുಗೂ ಇಂಕೆಂದ್ರೆ ಅವರು ಕಷ್ಟ, ಅವರು കൂട്ടിട്ട് ഓതുകാവില്ലേ, അക്ഷരമേ കുറെ ഫൈൻഡ് ഔട്ട് ആക്കുകയില്ലേ. അപ്പൊ ഇത് കിടാവല്ല, കിടാവ് ഉൽഗ ഓടേണ്ടിക്കർ നാണ് ഇപ്പൊ ചൊന്നേ ബ്രോക്കാസ് ഏരിയ, ആ ഒരു ഏരിയയിലുള്ള ഡിസ്ഫങ്ഷൻ. അപ്പൊ അവിടെ ഈ ഡിസ്ഫങ്ഷൻ നടക്കുകയുള്ള റീസൺ എന്തായിരിക്കും? ഇത് കിടാവ് വേണിച്ചൊന്നിട്ടാക്കറാമാ, മടി കൊണ്ടിട്ടാക്കറാമാ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൊണ്ടിട്ടാക്കറാമാ? അല്ല, അത് ഒരു കാരണം കഴിഞ്ഞ ലൈവിൽ നടിച്ചൊന്നിട്ടിന്നെ അത് ഈ ഒരു ഏരിയ ഡിസ്ഫങ്ഷൻസ് നടക്കുകയുള്ള റീസൺ ഒന്ന് അങ്ങനെ ആ ഒരു ഏരിയയില് ഫങ്ഷന് വേണ്ടതുപോലെ നടക്കാണ്ടിരിക്കുകയില്ല. കാരണം ഒന്ന് പ്രോബ്ലം ഡ്യൂറിങ് പ്രഗ്നൻസിയുടെ ടൈമില് വേണ്ടതുപോലെ അവിടെ ഏത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള, അത് ടെൻഷൻ ആവാ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി പ്രശ്നങ്ങളാവാ, അല്ലെങ്കിൽ ഒരു കിടാവ് വലിയ കിടാവ് ആ ഒരു ഏജ് 1.5 വയസ്സ്, അത് 1000 അതിനിടയ്ക്കായിട്ട് ഈ 2ാമത്തെ പ്രഗ്നന്റ്, അവിടേക്ക് കുറെ ടെൻഷൻ, അത് ഇത് എല്ലാം റൈറ്റ്. അല്ലെങ്കിൽ ഫാമിലീസിന്റെ ബഗ്ഗയിൽ വേറെ എന്തെങ്കിലും കിരിക്കിരി അങ്ങനത്തെ ഇതെല്ലാം കയറി അങ്ങനെ എന്തെങ്കിലും ചെറിയ ഇത് പ്രഗ്നൻസിയുടെ ടൈമിൽ എന്തെങ്കിലും നേരിട്ടോണ്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇന്നെങ്കിൽ ഈ ഉമ്മമാർക്ക് അങ്ങനെ മക്ക പഠിപ്പുര വിഷയത്തിൽ, ബാക്കി എല്ലാത്തിലല്ല, പഠിപ്പുര വിഷയത്തിൽ ഇങ്ങനെയുള്ള ആവും ചാൻസസ് അല്ല യാറ്. ഒന്ന്. രണ്ടാമത്തത് പ്രോബ്ലം ഡ്യൂറിങ് ഡിലിവറി ടൈമിലോ പെറ് ടൈമില് എന്തെങ്കിലും കോംപ്ലിക്കേറ്റ് എന്തെങ്കിലും ഇങ്ങനെ പറവ് ചാൻസസ് യാറ്. ಡೆಲಿವರಿ ಚೊಲ್ಲಂಬತ್ತಗೂ ಡೆಲಿವರಿ ಟೈಮಲ್ಲೂ BP ಲೋ ಆಯ್ತು, അല്ലെങ്കിൽ ഷുഗർ ഹൈ ആയിട്ട്, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കോംപ്ലിക്കേറ്റ് അത് ഇത് എന്തെങ്കിലും ആയെങ്കിലും ഇങ്ങനെ ആവും സാധ്യതയാണ്. അതല്ലെങ്കിൽ കിടാവു പെറ് ഭയങ്കര എന്താ ക്രിട്ടിക്കൽ ആയിര് പെറ് ടൈമിൽ അത് ഇതിൽ എല്ലാത്തിലും, അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാത്ത കാരണം കൊണ്ടിട്ടു കുറെ നാള് ICU അങ്ങനെയുള്ള ഇതിലെല്ലാം ഇന്നെങ്കിലും
ഈ മക്ക വലിയ വലിയ ആയിട്ട് വരുമ്പോ അക്കാഡമിക്കിലെ ലെവലിൽ വരുമ്പോഴത്തേക്കു ഇങ്ങനെയുള്ള പ്രശ്നങ്ങള ബറവ് ചാൻസസ് യാറ് റൈറ്റ്. അതായിട്ട് പ്രോബ്ലം ഡ്യൂറിങ് ഡെലിവറി ഉള്ള ആ ഒരു സമസ്യങ്ങള. മൂന്നാമത്തത് ചൊന്നെങ്കിൽ ഹെറിഡിറ്റി ആയിട്ട് പാരമ്പര്യമായിട്ടും ഇത് വന്നു. പാരമ്പര്യമായിട്ടുള്ളത് ചൊന്നെങ്കിൽ ചിലപ്പോ ബാപ്പಗೆ ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റ് ഇക്കൂ, അല്ലെങ്കിൽ ഉമ്മಗೆ ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റ് ഇക്കൂ, അല്ലെങ്കിൽ ബാപ്പരെ ഇലങ്ങമാറില്ല, അല്ലെങ്കിൽ ബാപ്പരെ ഫാമിലീസിൽ അല്ലെങ്കിൽ ഉമ്മരെ ഫാമിലീസിൽ ആരെങ്കിലും ഇങ്ങനെ ഇന്നെങ്കിലും ഇങ്ങനെ ബറവുള്ള ചാൻസസ് യാറാ എന്നില്ലാണ്ട് ഞങ്ങൾ അതിരെ കിടാവുര അടിച്ചിട്ട, കിടാവുര കുത്തിട്ട, കുറെ കിടാവുക്ക് പറഞ്ഞിട്ട, കിടാവുര ഒരു 5 വയസ്സ് കാക്കാണ്ട് ആൾമാരുടെ ഇടയിലും മക്കളുടെ ഇടയിലും ഒന്നും അല്ലാത്ത പോലെ ആക്കിയിട്ട് ദൂരിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ടീക്കാക്കിയിട്ട് കാര്യമുണ്ടാ? ഇല്ല. അത് ഞങ്ങളെ കിടാവ് അറിയിച്ചൊന്നിട്ടു കറക്റ്റ് ഞങ്ങൾ അർത്ഥാക്കിയെങ്കിൽ ഈ ബംഗാറുകും നല്ല ഒരു സൈക്കോളജിസ്റ്റ് മുട്ട. കാരണം അതായിട്ടിക്കರು ನಾನು കഴിഞ്ഞ ലൈവിലും ചെന്ന് ಎಂದರೆ ഈ മുത്തു മക്കൾക്ക് ಬೇಣಾയത് ಎಂದರೆ നല്ല ഒരു ചൈൽഡ് സ്പെഷ്യലൈസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതൊക്കെ വേണമായിട്ടുള്ള റെമഡി കാര്യങ്ങൾ അത് ഇതെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കിടാവുകും എന്തുണ്ട് നല്ല ബ്രൈറ്റ് ലൈഫ് ഉണ്ട്. ഇൻലൈറ്റിൽ ഇപ്പോ പണ്ടേ തങ്ങളെ കൗൺസിലിംഗ് സെന്റർക്ക് വന്നോണ്ടുള്ളേ, ക്ലിനിക്ക് വന്നോണ്ടുള്ളേ യാറത്തെ എല്ലാ സെന്ററിലായെങ്കിലും ഇനിയിപ്പോ കുത്താറ് മൈൻഡ് സെന്ററിലാവട്ടെ, കൃഷ്ണാപുരത്താവട്ടെ, ഉള്ളാൽത്തുള്ള ഞങ്ങളെ സെന്ററിലാവട്ടെ, ഞങ്ങളെ ബീച്ച് റോഡ് കൈക്കമ്പയിലുള്ള സെന്ററിലാവട്ടെ, ഇനി ഏത് ഞങ്ങളെ ആലപ്പുഴ ആവട്ടെ അല്ലെ കോഴിക്കോട് സെന്ററിലാവട്ടെ, ഏത് സെന്ററിലാവട്ടും യാറത്തെ മക്ക വന്നോണ്ടുള്ളതേ ഇങ്ങനത്തത്. അതിന് ഞങ്ങളെ ഈ കറക്റ്റ് കൗൺസിലിംഗ് ആക്കിയിട്ട് ഈ കിടാ ഒരു ടെസ്റ്റും സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടല്ലോ ഒന്നുണ്ട്, അതെല്ലാം കറക്റ്റ് ആക്കിയിട്ട് ആ കിടാവുരെ കറക്റ്റ് ട്യൂണാക്കിയിട്ട് അതിന്റെ റെമഡി കാര്യങ്ങൾ കൊടുത്തെങ്കിൽ ഈ മക്കളും ടോപ്പ് ആൻഡ് ടോപ്പ് സ്കൂളില് നല്ല അച്ചീവ്മെന്റ്സ് ആക്കിയിട്ട് പണ്ടാർ. റൈറ്റ്. അപ്പൊ ഈ ഒരു വിഷയമെല്ലാം ഞങ്ങൾ അർത്ഥാക്കരുത് നല്ലേ. അപ്പൊ അത് നിയർ ബൈ ആയിട്ടുള്ള നിങ്ങൾക്ക് ഓടെ നല്ല ഒരു ചൈൽഡ് സ്പെഷ്യലൈസ് ആയിട്ടുള്ള സൈക്കോളജി ഉണ്ട്, അങ്ങനെ കാട്ടിട്ട് അതൊരു പരിഹാരത്തെ ഭാഗത്തിൽ ചിന്തനാക്കരുതായിട്ടിക്കറി ഇതൊരു പരിഹാര എന്നെ അതില്ലാണ്ട് പ്രശ്നത്തിന്റെ ബാക്കിലേ ഇങ്ങനെ കൂടിയിട്ട് പിന്നെയും ബില് പ്രശ്നം ക്രിയേറ്റ് ആക്കരുതാണ്ട് നല്ല ഇതല്ലേ. റൈറ്റ്. ഇനിയും ആ ഒരു ഏരിയയില് ഇങ്ങനെ ഡിസ്ഫങ്ഷൻസ് നടക്കുമ്പോ അതിൽ പണ്ട് പ്രോബ്ലംസ് എന്തെല്ലാം ചെന്നിട്ടു നെക്സ്റ്റത്തെ ലൈവില് നമുക്ക് കാണാം. റെഡിയല്ലേ നിങ്ങൾ? ഓക്കെ, നൈസ് ടു മീറ്റ് യു. സീ അഗൈൻ.